നമ്മളിപ്പോൾ ഡ്രൈ ഫ്ലവർ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു ക്യാൻഡിൽ സ്റ്റാൻഡിൽ എങ്ങനെയാണ് ഡ്രൈ ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ബാസ്ക്കറ്റിലാണ് അറേഞ്ച് ചെയ്തത്. ഇനി നമുക്കൊരു ക്യാൻഡിൽ സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്തിട്ട് അതിന് നമുക്ക് ഇപ്പോൾ പള്ളികളിൽ വെക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഞാനൊരു ചെറിയൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ എങ്ങനെയാണ് ഫോം അതിൻ്റെ ഫിക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് ഫ്ലോറൽ ഫോമാണ്. ഇതിന് നമുക്ക് ഇതിപ്പോൾ ചെറിയൊരു സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്കൊരു അറേഞ്ച്മെൻറ്റ് അത്ര വലുതൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ചെറുത് സാധാരണ കത്തിയോടെ നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇങ്ങനെ അതുവരെ ഞാനതിൻ്റെ വീതി ഹാഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്കിങ്ങനെ തിരിച്ചു പിടിക്കാം. ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ആ കറക്റ്റ് പൊസിഷൻ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എത്രത്തോളം വേണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ നമുക്ക് ശരിക്കും ഇത്രയും ആവശ്യമുള്ളൂ. ഇനി ഇതിന് നമുക്ക് കഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ആ ക്യാൻഡിൽ കുത്തേണ്ട ആ പൊസിഷന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഫോമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമുക്കവിടെ ഫോം ആവശ്യമില്ല. കാരണം ക്യാൻഡിൽ നമുക്ക് നേരിട്ട് ഒന്നല്ലെങ്കിൽ അത് ക്യാൻഡിൽ അതിനെ മെൽറ്റ് ചെയ്തിട്ട് തന്നെ നമുക്കതിനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വന്നിട്ട് ഇതിനെ കൂടി ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ഇപ്പം നമുക്ക് ഇതിന് കറക്റ്റ് ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഫിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യണം. കാരണം ഇതിപ്പോൾ ഡ്രൈ അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 2-3 വർഷം നന്നായിട്ട് ഇരുന്നോളും. പിന്നെ വല്ലാണ്ടൊക്കെ പൊടി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു കാരണവശാലും അത് നമ്മുടെ കൈ തട്ടി കഴിയുമ്പോഴത്തേക്കും അത് പോകുക, അല്ലെങ്കിൽ പിള്ളേരൊക്കെ വന്നൊന്ന് ഫ്ലോറൊക്കെ പിടിച്ച് വലിച്ച് അല്ലെങ്കിൽ പതുക്കെ ഒന്ന് വലിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളതിലേക്ക് ഫെവി ബോണ്ട് ഇട്ട് കൊടുക്കണം. ഫെവി ബോണ്ട് മതിയാവും. വല്ല വേറെ അതിനും കൂടിയ ഹാർഡ് ഗ്ലൂ ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നീട് അത് മാറ്റേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഫെവി ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ അനങ്ങാണ്ടിരുന്നോളൂ കുറേ നാൾക്ക്. പിന്നെ നമുക്ക് അഴിച്ചെടുക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മളതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ടത് ഉണങ്ങിക്കോളും. ഇപ്പോൾ വേണമെങ്കിൽ തലേ ദിവസം അത് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. നമുക്കിനി ലീവ്സ് എടുത്തിട്ട് ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് മിക്കവാറും ഡ്രൈഡ് എല്ലാം തന്നെ നമ്മൾ ലീവ്സാണ് ആദ്യം എടുക്കുന്നത്. നമ്മൾ ലീവ്സൊക്കെ നേരത്തെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കണ്ടതാണല്ലോ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇത് ലീവ്സ് എല്ലാം കൂടി എടുത്തിട്ട് കമ്പി കൊണ്ട് ചുറ്റി ഇങ്ങനെ എടുത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ചുറ്റിനങ്ങ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ കമ്പി ഇല്ലാണ്ട് തന്നെ നമുക്ക് കുത്തി അങ്ങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കമ്പി വേണ്ടതിന് വെച്ച് കൊടുക്കണം. കാരണം ചിലതങ്ങ് വല്ലാണ്ട് നമുക്ക് പിടുത്തം കിട്ടില്ല. പൊടി പീസുകൾ അപ്പോൾ 3 കൂട്ടി വയ്ക്കണമെങ്കിൽ നമുക്കതങ്ങോട്ട് കമ്പി കെട്ടി എടുത്തു കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പോൾ ആദ്യം തന്നെ ലീവ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. കുറച്ച് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് തന്നെ കമ്പി കെട്ടി അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ചെടുത്ത് ഒരുമിച്ച് അങ്ങ് ഒത്തിരി കട്ട് ചെയ്തങ്ങ് ഇടുക. ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഏകദേശം ഇതൊരു റൗണ്ട് അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഒരു പോസിയായിട്ട് തന്നെ വരും. തിരിച്ചിങ്ങനെ ഒരു ബൊക്കെ ഷേപ്പിലൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിനും ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമാവും. ഇങ്ങനെ ചുറ്റിനും ചെയ്ത് റൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ മുകളിലേക്ക് പോകാം. അപ്പോൾ മുകളിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഹൈറ്റ്, അതായത് നമ്മൾ ഇതിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എത്ര വലുപ്പം ആവശ്യമുണ്ടോ. അപ്പോൾ വല്ലാണ്ട് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലുപ്പത്തിൽ പോകും. അപ്പോൾ നമ്മൾക്കത് ആ ക്യാൻഡിൽ സ്റ്റാൻഡിൻ്റെ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് വേണം. വല്ലാണ്ട് ചെറിയ സ്റ്റാൻഡിനെ കൊണ്ട് വലിയ അറേഞ്ച്മെൻറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല. ചെറിയതാകുമ്പോൾ അതനുസരിച്ച് ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാവും. അതിൽ വെക്കുന്നത് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കണം. എന്നാലേ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. നമ്മൾ കുഞ്ഞ് സ്റ്റാൻഡിൽ കൊണ്ട് വല്ലാണ്ട് ലീവ്സും വെച്ച് വലിയ ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന് അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾക്ക് കിട്ടുന്ന സ്റ്റാൻഡ് അനുസരിച്ച് നമ്മൾക്ക് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ലീവ്സ് മുഴുവൻ ഞാൻ കുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് കിട്ടാം. ഫ്ലവേഴ്സും ഞാൻ ഒരേ സ്റ്റെമ്മൊക്കെ ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലീവ്സ് ആണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ ഒരേ ലെങ്ത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുമ്പോൾ നമുക്ക് എളുപ്പം കുത്താൻ പറ്റും. ഇത് നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ച് വെച്ചാൽ റൗണ്ടായിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കുത്തിയെടുക്കാം. കാരണം പിന്നെ അതുമ്മേ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് കുറച്ച് എളുപ്പമായിട്ട് വരും. ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കിവിടെ ഏരിയ കുറവായിരിക്കും, കാരണം അതിൻ്റെ നടുക്ക് നമ്മൾ ക്യാൻറ്റീനിലുള്ള ഹോള് പോയിട്ടുണ്ട്. പിന്നെ ശകല ഏരിയ ഉള്ളൂ, ചെറിയൊരു ബേസ് നമുക്കതൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ വളരെ കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തണത്. ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒരു ലെയർ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ എടുക്കുമ്പോഴേക്കും കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ചെരിച്ച് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തുന്ന സമയത്ത് നമുക്ക് വലിയ ഫിനിഷിംഗ് ഒന്നും ഇതിന് തോന്നുന്നില്ല. പക്ഷേ ആരും വിഷമിക്കേണ്ട, കാരണം നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പോലെയൊന്നും ആയിരിക്കും, നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഹൈറ്റ് കൂടുതലായിട്ട് തോന്നിയാൽ അതിനൊന്നെടുത്ത് കട്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുത്തി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ അടുത്ത് ഫസ്റ്റ് ലെയർ കുത്തി സെക്കൻഡ് ലെയർ കുത്തുന്ന സമയത്ത് നമ്മൾ മറ്റേ നേരത്തെ കുത്തിയിട്ടുള്ള ലീഫിൻ്റെ സ്റ്റെമ്മിലായാലും അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതിൽ ചെന്ന് സ്റ്റക്കാവും. അപ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ട് ഒന്ന് ശകലം കട്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ശരിക്കും എല്ലാ സ്റ്റെമ്മും ഒരേ ലെവലിൽ കട്ട് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ കുത്തുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കാകുമ്പോൾ തിരിച്ചെടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടെ കട്ട് ചെയ്ത് കുത്തിയാൽ മതി. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ ഇത് ഏകദേശം ഇത്രയൊക്കെ മതി നമുക്ക്. ഇത് നിങ്ങൾ സമയം എടുത്തിരുന്ന് ചെയ്യണം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഇതിന് അത്രയും ഫിനിഷിംഗ് ഒന്നും വരില്ല, കാരണം കുറച്ച് സമയം എടുത്ത് ചെയ്യണം. കാരണം നമുക്കിതിപ്പോൾ സൂക്ഷിച്ച് വയ്ക്കാനായതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അതിന് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കുറേ നാൾ ഇരുന്നുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാവുന്നത്, ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം. നമുക്കിത് ക്യാൻഡിലൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് വരുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതിനൊരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ ട്രിം ചെയ്ത് ഒരേ ലെവലിലാക്കി വെക്കും. അപ്പോഴൊക്കെയാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ഭംഗി വരുന്നത്. അപ്പോഴായിരിക്കും മുഴുവൻ നമ്മൾ ട്രിം ചെയ്ത് ഒരേ ലെവലിലാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇത് ട്രിം ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡിന് കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പീസ് വെച്ച് ഇതിന് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് വെച്ച്, പിന്നെ നമുക്ക് ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെ മെറ്റാലിക് ഗോൾഡ് കിട്ടും. അത് വേണമെങ്കിൽ ബ്രഷ് കൊണ്ട് ഇതുപോലെ ടച്ച് ചെയ്തൊക്കെ കൊടുക്കാം. കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അത് നിർബന്ധമില്ല, അങ്ങനെ ടച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലവേഴ്സ് വെക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്കതിന് ഗോൾഡ് സ്പ്രേ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് വെച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അതിന് അത്രയും ഭംഗി ഉണ്ടാവില്ല, കാരണം ഫ്ലവേഴ്സിൻ്റെ ആ ഭംഗി അങ്ങ് പോകും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ ഇത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കത്തിക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ വരും. ഇതിപ്പോൾ ഞാൻ വേറെ കളർ വെച്ചിട്ട് വേറെ ഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സെയിം അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ക്യാൻഡിൽ സ്റ്റാൻഡിൽ അതേ മെത്തേഡ് തന്നെ നമ്മൾ ലീവ്സ് എടുത്തിട്ടുണ്ട്, നാച്ചുറൽ കളറാണ്. ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് സാറ്റിൻ റോഡ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബുദ്ധിമുട്ടില്ല. അത് കട്ട് ചെയ്യണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, അതിനെ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ കുത്തി വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.